ശരിക്കും ഇന്ദ്രൻ വളരെ രണ്ട് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ അടുത്ത കാലത്തിലെ വെട്ട് വിഷ്ണു എന്ന് പറഞ്ഞ കഥാപാത്രമാണെങ്കിലും നമ്മുടെ വട്ടുജയൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണെങ്കിലും ഭയങ്കരമായി വേറൊരു ലെവലിൽ പോയി ചെയ്തതാണ്. ഇന്ദ്രൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ടിൽ ഡേ. അതുപോലെ മുരളി ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഡിമാൻഡ് അതെ ഇത്തിരി വൈകി വന്നെങ്കിലും വന്ന സിനിമകളെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് ചെയ്യാൻ പറ്റും. എന്തോ ആൾക്കാർ അദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? അത് ശരിക്കും അരുണ് തന്നെയാണ്. അരുണിന്റെ പടത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ശക്തമായ കാരണം നമ്മൾ ഇപ്പം അത് ഒരു ആക്ടേഴ്സിൻ്റെ കംഫർട്ടബിൾ സോൺ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഇപ്പം നമ്മളത് എങ്ങനെയാണ് ഒരു ആക്ടറിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് പോലും. കാരണം ആക്ടേഴ്സ് ആർ ശരിക്കും ഇപ്പം എനിക്കൊരു കഥ നറേറ്റ് ചെയ്യണം, അതാണല്ലോ ഇപ്പോൾ എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ. ആ കഥ പറയുമ്പോൾ എനിക്ക് ആക്ടേഴ്സിനെ ടൂളായിട്ട് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ആക്ടേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നത് അനുസരിക്കും. അതാണ് ആക്ടിങ്ങിന് സംഭവിക്കും. ഇനി വരാൻ പോകുന്നു 1/2 ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിന്റെ ചിത്രം കഴിഞ്ഞോ? ഇനി റെഡി ആയിട്ടിരിക്കുകയാണോ? ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിംഗ് ഒക്കെ സ്വന്തമായിട്ട് തന്നെയാണ്? വേറെ ആൾക്കാരെ ഇല്ല, എന്റെ സ്വന്തം സിനിമകൾ എല്ലാം കൂടെ പറ്റും ഒരു ഡയറക്ടറിനെ ഇങ്ങനെ എഡിറ്റിംഗ്? ബേസിക്കലി ഒരു എഡിറ്റർ ആയതുകൊണ്ട് എനിക്ക് അത്രയും വേറൊരു ജോലി ചെയ്യുന്നു. ആരായിരിക്കും അരുണിന്റെ പടത്തിലൊക്കെ? ഞാൻ 2 പടങ്ങൾ ചെയ്ത് ഷെഹനാദ് ജലാൽ, ജോമോൻ തോമസ് ആണ് ഇപ്പം പുതിയ ചെയ്തത്. ശരി, ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടി, ഭയങ്കര സന്തോഷമായി. ഈ കോള് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊരു കോംപ്ലിമെന്റ്സ് കിട്ടിയ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മമ്മൂട്ടി സാർ, പുള്ളി അടുത്ത കാലത്ത് കണ്ടിട്ട് വിളിച്ചപ്പോൾ, അടുത്ത കാലത്ത് എന്നെ കോക്ടെയിൽ കണ്ടിട്ടും വിളിച്ചിട്ടുണ്ട്, അടുത്ത കാലത്ത് കണ്ടിട്ടും വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഏകദേശം ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചു ആ സിനിമയെ പറ്റി. വളരെ വെൽ വേഴ്സ്ഡ്. എന്താണ് പുള്ളിക്ക് തോന്നിയെന്നുള്ളത് ഇപ്പോൾ ചുമ്മാ വെച്ചിട്ട് കൊള്ളായിരുന്നു, നല്ല പടം എന്ന് പറയാതെ പുള്ളിക്ക് എന്തുകൊണ്ട് ആ പടം ഇഷ്ടപ്പെട്ടു, അതിൽ പുള്ളിക്ക് 1-2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണ് വളരെ ക്ലാരിറ്റിയോടുകൂടി അത് പറഞ്ഞു. പിന്നെ രണ്ടാമത് അങ്ങനെ കോൾ വന്ന സത്യൻ സാറിനാണ്, സത്യൻ സാർ. ഇപ്പോഴും എല്ലാ ഞാൻ മിക്ക ആർട്ടിസ്റ്റും വന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ലതാണെങ്കിൽ അത് വിളിച്ചു പറയുന്ന ഒരു തീർച്ചയായിട്ടും. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു പാട്ട് ഇഷ്ടപ്പെട്ട പാടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും SPB സാർ ശ്വാസം മുട്ടി പാടുന്ന ഒരു പാട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ചെറുതത്തിലോട്ട് വന്നിരുന്ന് കുറച്ചു നേരം സംസാരിച്ചതിന് ഒത്തിരി സന്തോഷം. ശരിക്കും ഞാൻ ഇത്രയും എൻജോയ് ചെയ്തൊരു ഇന്റർവ്യൂ ഇല്ല കേട്ടോ. ശരി, ആലോചിച്ചും ഇറുകി പിടിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ വളരെ കാഷ്വലി സംസാരിക്കുകയും സംസാരം മാത്രമല്ല എനിക്ക് ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്തു. അത്ര ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല. അപ്പൊ ഇനിയും ഒരുപാട് ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ. ഒരുപാട് നല്ല പടങ്ങൾ ഞങ്ങൾക്ക് അരുണിൽ നിന്ന് ലഭിക്കും. അത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളുണ്ട്. അതിനൊരു മുന്നോടിയായിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് ഒരു ഐശ്വര്യമുള്ള ഒരു ഗിഫ്റ്റ് ഞങ്ങൾ തരികയാണ്. നെക്സസ് ഹോം അപ്ലയൻസസിന്റെ ഒരു നല്ല ഇൻഡക്ഷൻ കുക്കർ. സന്തോഷം. താങ്ക് യു.